ലോകത്തിലെ എല്ലാ ക്രിക്കറ്റ് ആരാധകരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു ടെസ്റ്റ് പരമ്പരയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി. എന്നാൽ ഇപ്പോൾ മത്സരങ്ങൾ തുടങ്ങും മുമ്പേ രണ്ട് രാജ്യങ്ങളുടെ മുതിർന്ന താരങ്ങൾ തമ്മിൽ വാക്പോരുകൾ രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ 4 ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ നേടിയിട്ടുണ്ടെങ്കിലും എന്നാൽ ഇപ്പോൾ സ്വന്തം നാട്ടിൽ ന്യൂസിലാൻഡിനോട് 3 മത്സരങ്ങൾ തോറ്റ് നാണക്കേടിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. വാക്പോരുകൾ മുൻപും ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ആവേശം കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതിന് തുടക്കമായിരിക്കുകയാണ്. ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറും മുൻ ഓസ്ട്രേലിയൻ നായകനായ റിക്കി പോണ്ടിങ്ങും തമ്മിലാണ് വാക്പോരിന് തുടക്കമായിരിക്കുന്നത്. കുറച്ചു നാളുകളായുള്ള വിരാട് കോഹ്ലിയുടെ മോശം ഫോമും സെഞ്ചുറി ക്ഷാമവും വിമർശിച്ചാണ് പോണ്ടിങ് ആദ്യം വന്നത്. എന്നാൽ വിരാട് കോഹ്ലിയുടെ ഫോമിനെ കുറിച്ച് പോണ്ടിങ് ആശങ്കപ്പെടേണ്ട, നിങ്ങൾ ഓസ്ട്രേലിയൻ ടീമിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് ഗംഭീർ മറുപടി പറഞ്ഞത്. കോഹ്ലിയും രോഹിതും ഇപ്പോഴും ക്രിക്കറ്റിന്റെ അങ്ങേയറ്റത്തെ ആവേശത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഗംഭീർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. ഇപ്പോൾ ഗംഭീറിന് മറുപടിയുമായി വീണ്ടും പോണ്ടിങ് വന്നിരിക്കുകയാണ്. മറുപടി കേട്ട് ഞാൻ ഞെട്ടി, എന്നാൽ പറഞ്ഞത് ഗംഭീർ ആയതുകൊണ്ട് നെട്ടൽ എനിക്ക് പെട്ടെന്ന് മാറി. തിരിച്ചടിക്കുന്നത് അവന്റെ സ്വഭാവമാണ്, അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ വിരാടിന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പോണ്ടിങ് പറഞ്ഞത്. നവംബർ 22-നാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള ആദ്യ മത്സരം ആരംഭിക്കുന്നത്.